അതായത് ഇപ്പം മധുരനാരങ്ങ എന്ന് പറയുന്ന സിനിമ കുറച്ച് ഇമോഷണൽ ഉം, പരിപാടിയാണ്. ഉം, അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 8 9 ദിവസം കൊണ്ട് എഴുതിയെടുത്ത സ്ക്രിപ്റ്റാണ്. ഉം. സത്യത്തിൽ നമ്മൾ ഓർഡിനറി എഴുതിയത് വേറൊരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അത് സത്യം പറഞ്ഞാൽ ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. ഓ. സിനിമ നമ്മുടെ മനസ്സിലുണ്ട്. അന്നും ഞാൻ ജോലിയുടെ ഇടയിൽ പല സംവിധായകരുടെ അടുത്തും കഥ പറയാനൊക്കെ പോയിട്ടുണ്ട്. സിബി സാറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഹ്യൂമർ സിനിമ എഴുതുമ്പോൾ കുറേ സമയമെടുക്കും. കാരണം നമുക്ക് എഴുതി കഴിഞ്ഞിട്ടോ ഇത് വർക്കാവോ നമുക്ക് തന്നെ തോന്നും അത് ചളിയായിപ്പോയി, കാരണം അത് വീണ്ടും വെട്ടും, അപ്പോൾ അവിടെ വേറെ സീൻ എങ്ങനെ വർക്കാവും എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈം എടുക്കും അതിന്. പക്ഷെ എനിക്ക് സിനിമയിൽ നിന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് നല്ല സിനിമ എന്ന് പറഞ്ഞത് ഓർഡിനറിയേക്കാൾ കൂടുതൽ മധുരനാരങ്ങയാണ്. ഓ. നമസ്കാരം, വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മൾ പൊതുവേ ഡയറക്ടേഴ്സിനെയും ആക്ടേഴ്സിനെയും അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പൊതുവേ ഇന്റർവ്യൂ ചെയ്യുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ബേസ് ആയ ഒരു സ്ക്രീൻ റൈറ്ററാണ്, ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്ഡ് സ്ക്രീൻ റൈറ്ററാണ്. നമ്മുടെ ഓർഡിനറി മുതൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഹാൽ എന്ന മൂവി വരെ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റർ മൂവീസ് എഴുതിയ നിഷാദ് കോയ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇറ്റ്സ് ബീൻ എ ഡെക്കേഡ്, ഒരു 10 വർഷത്തിൽ കൂടുതലായി ഈ ഫീൽഡിൽ ചേട്ടൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എന്ത് മാറ്റങ്ങളാണ് ഈ റൈറ്റിംഗ് ഫീൽഡിൽ ഒരുപാട് കണ്ടു തുടങ്ങിയത്? നമ്മൾ 10 വർഷം എന്ന് പറഞ്ഞാൽ അത്ര പഴയ ആളല്ലല്ലോ. പക്ഷെ എന്നാലും മാറ്റങ്ങളുണ്ട്. നമ്മൾ മുമ്പ് നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നു തുടങ്ങിയിട്ടുള്ളൊരു വെച്ചാൽ ഐ മീൻ സിനിമയ്ക്കൊരു മാറ്റം പുതുതലമുറയിലോട്ട് വന്നു തുടങ്ങിയ സമയത്താണ്. അതിന് ജസ്റ്റ് മുമ്പാണ് നമ്മൾ സിനിമയിൽ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സിനിമയുടെ എഴുത്തിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ റിയലിസ്റ്റിക്. ഇപ്പോൾ ഹ്യൂമർ ആണെങ്കിൽ പോലും നമ്മൾ കുറച്ച് മുമ്പ് 90s ഉപയോഗിച്ചിട്ടുള്ളൊരു ഹ്യൂമറിൻ്റെ രീതി മാറിയിട്ട് കുറച്ചും കൂടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഡെയിലി ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹ്യൂമർ പോലും ആണ് വർക്കാവുന്നുള്ളൂ തിയേറ്ററിൽ. അതുകൊണ്ട് വളരെ അങ്ങനെ ശ്രദ്ധിച്ച് സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് സിനിമയ്ക്ക് നല്ലതാണ്. അതെ, സിനിമയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു. അപ്പം ഈ ആസ് എ സ്ക്രീൻ റൈറ്റർ, ഒരു സ്ക്രീൻ റൈറ്റർ ആകുന്നതിന് മുമ്പ് ഇക്ക എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചത് മഹാരാജാസ് കോളേജിലാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പ്രസ് അക്കാഡമി, കേരള പ്രസ് അക്കാഡമിയിൽ നിന്ന് പബ്ലിക് റിലേഷൻ അഡ്വർടൈസിങ് കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ മാധ്യമം പത്രത്തിൽ വർക്ക് ചെയ്തു. അപ്പം പക്ഷെ അന്ന് മുതലേ സിനിമ മനസ്സിലുണ്ട്. മഹാരാജാസ് കോളേജിൽ പഠിച്ചപ്പോൾ ഇപ്പോൾ സിനിമയിലുള്ള ഒരുപാട് പേര് ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പം അതുകൊണ്ട് സിനിമ നമ്മുടെ മനസ്സിലുണ്ട്. അന്നും ഞാൻ ജോലിയുടെ ഇടയിൽ പല സംവിധായകരുടെ അടുത്തും കഥ പറയാനൊക്കെ പോയിട്ടുണ്ട്. സിബി സാറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ പത്രത്തിൽ നിന്ന് ജോലി രാജിവെച്ച് ഇറങ്ങിയിട്ടാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും അലഞ്ഞത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഓർഡിനറി ഡയറക്ടർ സുഗീതുമായിട്ട് പരിചയമുണ്ടാവുന്നതും അങ്ങനെ ഓർഡിനറിയിലോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓർഡിനറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓർഡിനറി എഴുതിയപ്പം ഇപ്പം ആസ് എ സ്ക്രീൻ റൈറ്റർ നമുക്ക് ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബേസ് എപ്പോഴും റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പം ചേട്ടൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, ആ ഒരു ഫേസിങ് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അതിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു റീ റൈറ്റിംഗ്, ഫൈനൽ ഡ്രാഫ്റ്റ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു പ്രോസസ്സ് ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണ്? അല്ല, ഞാൻ പൊതുവെ കുറച്ചും കൂടെ കഥ പൂർണ്ണ രീതിയിൽ മനസ്സിൽ വന്നതിന് ശേഷം എഴുതാൻ പറ്റുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ പേനയും പേപ്പറുമായിട്ട് തന്നെ ഒരുപാട് സംവിധായകർ റൂമിൽ എഴുതാൻ വേണ്ടി കൊണ്ടുപോയി ഇരുത്തിയിട്ട് പരാജയപ്പെട്ട ഒരാളാണ്. അത് എൻ്റെ പോരായ്മയായിരിക്കാം. ചില ആളുകൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു പൂർണ്ണ രൂപം മനസ്സിൽ വന്നാൽ മാത്രമേ പേനയും പേപ്പറും എടുത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ബ്ലോക്കായിട്ട് വീണ്ടും പുറത്തിറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായൊരു രൂപം വന്നതിന് ശേഷം എഴുതും. പിന്നെ ഞാൻ ഈ സെപ്പറേറ്റ് ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടാക്കി അങ്ങനെയുള്ളൊരു പരിപാടിയല്ല. നമ്മൾ കഥ എഴുതി പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ വരുന്ന കഥാപാത്രങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലോട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം അതാണ് കുറച്ചും കൂടെ ഓർഗാനിക്കായിട്ട് വരുന്നത്. മറ്റേത് നമ്മൾ ആ ക്യാരക്ടറിന് ഇങ്ങനൊരു ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കുമ്പോൾ അത് അത്രത്തോളം ഓർഗാനിക് ആവുമെന്ന് അറിയില്ല. എന്നാലും അങ്ങനെ ചെയ്യുന്നവർക്കും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു പാറ്റേൺ അതാണ്. എനിക്കങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്യാരക്ടർ എന്നുള്ള രീതിയിലല്ല. ഞാൻ ആ സമയത്ത് കഥ എഴുതി പോകുമ്പോൾ ഓരോ സീനിലും വരുന്ന ആളുകൾ കറക്റ്റായിട്ട് എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ അതുകൂടെ എഴുതിയാണ്ട് പോകും. അപ്പോൾ ഒരു ക്യാരക്ടർ സ്പെസിഫിക്കേഷൻ ആയിട്ട് ആലോചിച്ച് എഴുതില്ല?
അല്ല ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. നമ്മൾ കഥ ആലോചിക്കുമ്പോൾ തന്നെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. അതിങ്ങനെ വേണം, അതിങ്ങനെ പെരുമാറണം, അവരുടെ വേഷം ഇതായിരിക്കും എന്നുള്ളൊരു വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് എഴുതി പോകും. എന്നിട്ട് ചില സ്ഥലത്ത് നമുക്ക് തോന്നും ആ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഡെപ്തിൽ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ അത്രയും വേണ്ട എന്ന് തോന്നുമ്പോൾ അത് വെട്ടും അല്ലെങ്കിൽ കയറ്റും. അങ്ങനെ ഉള്ള പരിപാടിയാണ്. ഇതേ സെയിം പരിപാടി നമ്മുടെ സ്റ്റോറിയിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫുള്ള് ഒരു മനസ്സിൽ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വാട്ട് ഇഫ് എഴുതി വരുമ്പോൾ നമുക്കൊരു ക്ലൈമാക്സ് ചേഞ്ച് വരണം എന്ന് തോന്നി എഴുതിയിട്ടുണ്ടോ? പലപ്പോഴും ക്ലൈമാക്സ് ഏകദേശം ഒരു മനസ്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയി നമ്മൾ ഇങ്ങനെ നിൽക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇമോഷണൽ കഥകൾ എഴുതാൻ ഈസിയാണ്. എന്നാൽ അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പം മധുരനാരങ്ങ എന്ന് പറയുന്ന സിനിമ കുറച്ച് ഇമോഷണൽ പരിപാടിയാണ്. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 8-9 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിനെനിക്ക് തോന്നുന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തായതുകൊണ്ട് അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഹ്യൂമർ സിനിമ എഴുതുമ്പോൾ കുറേ സമയമെടുക്കും. കാരണം നമുക്ക് എഴുതി കഴിഞ്ഞിട്ടോ ഇത് വർക്കാവോ നമുക്ക് തന്നെ തോന്നും ചളിയായിപ്പോയി, കാരണം അത് വീണ്ടും വെട്ടും, അപ്പോൾ അവിടെ വേറെ സീൻ എങ്ങനെ വർക്കാവും എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈം എടുക്കും അതിന്. പ്രോസസ്സിന് അത് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഭയം കൊണ്ടാണ്. തിയേറ്ററിൽ എന്തായിരിക്കും റെസ്പോൺസ്, പോവോ അല്ലെങ്കിൽ ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ പണി പാളും എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ്. പക്ഷേ ഇമോഷൻ കുറച്ചും കൂടെ ആൾക്കാർ അതിൻ്റെ കഥയെ ക്യാരി ചെയ്യും. പയ്യെ അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ നമ്മളും എഴുതുമ്പോൾ അതിനെ ക്യാരി ചെയ്ത് പോകുമല്ലോ. ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഹ്യൂമർ അത്രത്തോളം സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഡയലോഗും ഒക്കെ കറക്റ്റായിട്ട് വന്ന് ചേരണം, എന്നാൽ മാത്രമേ ഹ്യൂമർ വർക്കൗട്ട് ആവും. അതെ അതെ. അപ്പം ചേട്ടന് ഈ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഈ എക്സ്പീരിയൻസിന്റെ ഇടയിൽ ചേട്ടന് കിട്ടിയേക്കുന്ന ഒരു വലിയ സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ വലിയ അഡ്വൈസും സജഷനൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും പല സംവിധായകരിൽ നിന്നും പല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജോണി ആൻ്റണിയുടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. സുജീത് കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ്. നമ്മൾ പറഞ്ഞാൽ അത് വേണ്ട വിട്ടുകള എന്ന് പറയുന്നത്. ജോണി ചേട്ടൻ്റെത് കുറച്ചും കൂടെ പുള്ളി ഒരു നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. പുള്ളിയുടെ ഹ്യൂമറിന് പോലും ഒരു വിഷ്വൽ സെൻസ് നമുക്ക് കിട്ടും. പുള്ളി ഒരു കഥ പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സാധനം നമ്മളുടെ മനസ്സിൽ കയറും. അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങൾ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം മമ്മൂക്ക എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തോപ്പിൽ ജോപ്പൻ ചെയ്യുന്ന സമയത്ത്, അതായത് എല്ലാ ഹ്യൂമറും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം സലീം കുമാറിന് വേണ്ടി ചെയ്യുന്ന ഒരു ഹ്യൂമർ പരിപാടി വേറൊരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ അത് മാച്ച് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുകളെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചില സാധനങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഹ്യൂമർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ സാധനം, ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിലപ്പോൾ രൂപവും അല്ലെങ്കിൽ അവരുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിന് ഗുണകരമായിട്ട് വരിക. അപ്പം അങ്ങനെയുള്ള സജഷൻസ് ആർട്ടിസ്റ്റുകൾ ചാക്കോച്ചനടക്കം ഒരുപാട് പേരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരുപാട് മൂവീസിലും ചാക്കോച്ചനുണ്ട്. സോ എങ്ങനെയാണ് ചാക്കോച്ചനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും എങ്ങനെയാണ് ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഒരുപാട് മൂവീസിൽ വരുന്നത്? എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും കുഞ്ചാക്കോ ബോബനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സിനിമ എഴുതിയത്. ഒരു ദിവസം ചാക്കോച്ചൻ തന്നെ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് പടം ഓർഡിനറി ചാക്കോച്ചനായിട്ട് ചെയ്ത് ഹിറ്റായത് കൊണ്ട് പിന്നെ നമുക്ക് എന്ത് മനസ്സിലൊരു കഥ വന്നു കഴിഞ്ഞാലും ആദ്യം ചാക്കോച്ചനെ വിളിച്ച് പറഞ്ഞിട്ട് ആണ് പിന്നെ അടുത്ത ഓപ്ഷനിലോട്ട് പോകുള്ളൂ. പുള്ളി ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആക്സസ് എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. അപ്പം അതുകൊണ്ടാണ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബേസിൽ. ഓക്കെ. അപ്പം ചാക്കോച്ചനോട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഓർഡിനറി ക്രൂവിനോട് അല്ലെങ്കിൽ ഓർഡിനറിയുടെ ഡയറക്ടറിനോട് പ്രൊഡ്യൂസറിനോട് നമ്മൾ ഈ കഥ പറയുമ്പം എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സ്ക്രീൻ റൈറ്റർ എപ്പോഴും ഒരു ഡയറക്ടറിൻ്റെ റോളും കൂടെ പ്ലേ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ബിക്കോസ് അത് നെറേറ്റ് ചെയ്യുമ്പം അത്രത്തോളം അയാൾക്ക് ഫീൽ ചെയ്യണം, അല്ലാതെ നെറേറ്റ് ചെയ്തിട്ട് എത്ര വലിയ കഥയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ആ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ആ ഒരു ഫേസ് ചേട്ടൻ എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തത്? ആദ്യത്തെ സിനിമ എന്ന് പറയുന്നൊരു ടാസ്ക് ഉണ്ടല്ലോ, സത്യത്തിൽ നമ്മൾ ഓർഡിനറി എഴുതിയത് വേറൊരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് സത്യം പറഞ്ഞാൽ ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. ദിലീപേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ടക്ടർ അന്ന് മുകേഷ് ചേട്ടനായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പോയിലാണ് ഓർഡിനറി പ്ലാൻ ചെയ്തതൊക്കെ.
അങ്ങനെ ദിലീപേട്ടന് ആ സബ്ജക്റ്റ് കൊണ്ട് വർക്കായില്ല എന്ന് വെച്ചാൽ അങ്ങനെ വർക്കായെന്ന് വെച്ചാൽ കഥ മോശമാണെന്നല്ല പറഞ്ഞത്. അതായത് ഇപ്പം ഞാൻ ചെയ്യേണ്ട ഒരു സിനിമയല്ല. അപ്പോൾ അന്ന് ദിലീപേട്ടൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. നമുക്ക് വേറൊരു സാധനം പിടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സിനിമ അത്രയും സമയമെടുത്ത് എൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ട് എഴുതുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിളും ഒക്കെ ഉള്ളത് കൊണ്ട് സിനിമാ ജീവിതം തൽക്കാലത്തേക്കൊന്ന് മടക്കി വെച്ചിട്ട് ഞാൻ ദുബായിക്ക് പോയി. അപ്പോൾ ദുബായിൽ എനിക്കൊരു ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വീണ്ടും അതുമായിട്ട് നിന്നപ്പോൾ സുഗീത് ദുബായിക്ക് വന്നു, നമുക്ക് വേറൊരെണ്ണം എഴുതാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ സഫാരി എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ചെയ്തു. അത് ചാക്കോച്ചനും എല്ലാവരും ഉള്ളൊരു പടമായിരുന്നു. അങ്ങനെ ആ സ്ക്രിപ്റ്റുമായിട്ട് നാട്ടിൽ വന്ന് ഞാനും സുഗീതും കൂടെ ചാക്കോച്ചന് ആ സ്ക്രിപ്റ്റ് കൊടുത്തു. അങ്ങനെ പുള്ളി അത് വായിച്ചിട്ട് പുള്ളിക്കത് വർക്കായില്ല. അപ്പോൾ വർക്കായില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യത്തിന് സുഗീതിൻ്റെ കാറിൽ ഓർഡിനറിയുടെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കും പറഞ്ഞ് കൊടുത്ത്. അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ നോക്കി, അതായത് ഒരെണ്ണത്തിന് പകരം. അപ്പോൾ ചിരിച്ചുകൊണ്ട്, അപ്പോൾ സുഗീതുമായിട്ട് കമൽ സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് ചാക്കോച്ചന് സുഗീതുമായിട്ട് നേരത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. നല്ലൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ സുഗീതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യാം, എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓർഡിനറിയിലോട്ട് വന്നത്. അപ്പോൾ അന്നേരത്തെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? ബിക്കോസ് ഈ സിനിമയിൽ കയറണം എന്നുള്ള ആ ആഗ്രഹം ഒരു ആഗ്രഹമല്ല, പലർക്കും അതൊരു ഭ്രാന്താണ്. എങ്ങനെയും കയറണം അല്ലെങ്കിൽ ചെയ്യണം, എനിക്കത് എൻ്റെ പേര് അല്ലെങ്കിൽ ഫേസ് അവിടെ വരണം എന്നുള്ളത്. ആ ഒരു ഭ്രാന്തിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരിക്കും അത്. ഹൗ വാസ് ഇറ്റ് ഫോർ യു? അത് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷം. ഫസ്റ്റ് സിനിമ ഓക്കെ ആവുക, ആർട്ടിസ്റ്റ് സമ്മതിക്കുക, അതിനൊരു അഡ്വാൻസ് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എല്ലാവരെയും പോലെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നാമത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയില്ല, വൈഫ് ഹൗസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, മോൻ ജനിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷവും ആശ്വാസമായിരുന്നു. കാരണം എന്തെങ്കിലും നമ്മൾ സിനിമയിൽ മാത്രം ഒരു ഉറപ്പില്ലാത്തൊരു പ്രൊഫഷനാണ്. നമ്മൾ കഴിവുണ്ടായതുകൊണ്ട് മാത്രം നമ്മളെക്കാളൊക്കെ കഴിവുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റേത് ഞാൻ കല്യാണങ്ങൾക്കൊന്നും പോകില്ലായിരുന്നു. അതായത് കുടുംബക്കാരുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ IT പ്രൊഫഷണൽസും വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലിയൊക്കെ ആയി. അപ്പോൾ കല്യാണങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കല്യാണങ്ങളൊക്കെ ഒഴിവാക്കുമായിരുന്നു. പിന്നെ ഇതേ ആൾക്കാർ തന്നെ വിളിക്കും, അവിടെ ചെല്ലുമ്പോൾ പറയുകയും ചെയ്യും, നമ്മളെ ബ്രദറാണ് കേട്ടോ, സിനിമ ചെയ്ത ആളാണ് കേട്ടോ എന്നൊക്കെ പറയും. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. അതെ അതെ. ഈ ചേട്ടൻ്റെ മൂവീസ് ഓൾമോസ്റ്റ് എല്ലാം ഒരു ഡ്രാമ, ഫാമിലി, കോമഡി, റൊമാൻസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മൂവീസാണ്. സോ ഹൗ ഡു യു കം ടു ദാറ്റ്? അതായത് അങ്ങനത്തെ ഒരു സംഭവം ഡെലിബറേറ്റ്ലി ഇടുന്നതാണോ അതോ ചേട്ടൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒഴുകി വരുന്നതാണോ ഇങ്ങനത്തെ സ്റ്റോറി? അല്ല, ബേസിക്കലി നമ്മൾ ആദ്യം ചെയ്ത സിനിമ നമുക്ക് പലപ്പോഴും ഒരു നമ്മളുടെ മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിലൊരു ബാധ്യതയാവും. ബാധ്യത എന്ന് വെച്ചാൽ ഇൻ എ ഗുഡ് സെൻസ്. ആ സിനിമ പോലത്തെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് എൻക്വയറി വരിക. പലപ്പോഴും നമുക്ക് മാറി ചിന്തിക്കുന്നതാണ് ഒരു ശരിക്കും ടെക്നീഷ്യനെ സംബന്ധിച്ച്, എഴുത്തുകാരനെ സംബന്ധിച്ച് നല്ലത്. പക്ഷെ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം സഹിച്ച് നിൽക്കുമ്പോൾ ആദ്യം അഡ്വാൻസ് തരുന്നു, അവരുടെ പുറകെ പോവുക എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന കൂടുതലും ഓപ്ഷൻസ് ഒരു ഹ്യൂമർ പടം എന്നുള്ള രീതിയിലാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം അങ്ങനെ മാറിയത് ത്രില്ലർ കൊണ്ടുവന്നത് നമ്മുടെ ശിക്കാരി ശംഭുവിലേക്കാണ്, കുറച്ച് ത്രില്ലിംഗ് എലമെന്റ്സ് കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? ശരിക്ക് ഓർഡിനറി മുതൽ ത്രില്ലറിന്റെ ഒരു സാധനമുണ്ട്. ഓർഡിനറി പോലും ഒരു മർഡർ മിസ്റ്ററിയാണ്. അത് ഹ്യൂമറിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബസ് ആക്സിഡന്റും അതിന്റെ പുറകിലൊരു മർഡർ മിസ്റ്ററിയാണ്. ശിക്കാരി ശംഭുവും അങ്ങനെ തന്നെയാണ് സത്യത്തിൽ. അതായത് ഒരു നാട്ടിൽ നടക്കുന്ന കുറച്ച് കൊലപാതകങ്ങളുടെ പുറകിലുള്ള ഒരു സംഭവം നമ്മളതിനെ ഹ്യൂമറിൽ പറയുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ജോണർ ഹ്യൂമർ ആണെങ്കിലും ബേസിക് എലമെന്റിന് ഒരു ത്രില്ലർ മിസ്റ്ററിയാണ്. സോ ഒരു ഐഡിയ വരുമ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വർത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാരണം ഇപ്പോൾ ആസ് എൻ റൈറ്റർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ പോയി വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഈ ഐഡിയ എഴുതാൻ വർത്തിയാണ്, അല്ലെങ്കിൽ ഇത് എഴുതിയാൽ കണക്റ്റ് ആവും, ഫിലിം ആക്കാം എന്ന് തോന്നുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്? അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളൊരു ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ട സിനിമയുടെ ഏതെങ്കിലും ഒരു പോർഷൻ ആയിരിക്കും. അത് തോന്നുമ്പോൾ അതിലൊരു സിനിമ ഉണ്ടല്ലോ എന്ന് നമുക്കൊരു ഹുക്ക് ഫീൽ ചെയ്യും. പൊതുവെ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസിഡൻറ്റ് കണ്ടാൽ പോലും അല്ലെങ്കിൽ വേറൊരാൾ നമ്മളടുത്തൊരു സംഭവം പറയുമ്പോൾ അതിന് സിനിമയുടെ സാധ്യത നമ്മുടെ
പൊതുവേ നമ്മുടെ ഉള്ളിൽ തോന്നും സിനിമ ആക്കിയാൽ നന്നാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനെ വലുതാക്കുക എന്ന് പറയുന്നത് ആണ് ബാക്കിയുള്ളൊരു പ്രോസസ്സ്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഇതിൽ അത് മനസ്സിലിട്ട് തന്നെ പേനയും പേപ്പറുമായിട്ട് ഇരുന്ന് എനിക്ക് നടക്കാറില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് പോവും. ഒറ്റയ്ക്ക് ഡ്രൈവ് എന്ന് വെച്ചാൽ ലോങ് ട്രിപ്പ് തന്നെ പോകും. അപ്പം ചെന്നൈക്കൊക്കെ പോവും വണ്ടി എടുത്തിട്ട്. അപ്പോൾ ആ പോക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഫുൾ സ്റ്റോറി ഏകദേശം ഒരു രൂപമാവും. എന്നിട്ട് പിന്നെ ഞാൻ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കും ഒരു ഓർഡറിൽ. അപ്പോൾ അവരുടെ റെസ്പോൺസ് ഓക്കെ ആണെങ്കിൽ പലപ്പോഴും വീട്ടിൽ വൈഫാണ് അതിന് ഇരയാവാറ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം പൊതുവെ എൻ്റെ വൈഫിന് എൻ്റെ എല്ലാ സിനിമകളും അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അവൾ പറയുകയും ചെയ്യും, സംഭവം ഓടിയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര കണ്ട് വർക്കൗട്ടായിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് ആദ്യം പറയും. അപ്പോൾ അത്യാവശ്യം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറയും. അത് സിനിമയുള്ള സുഹൃത്തുക്കളോട് പറയാറില്ല. പറയുന്നത് മാരാസ് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച സിനിമാക്കാരല്ലാത്ത സുഹൃത്തുക്കളോടാണ്. അപ്പോൾ അവരാകുമ്പോൾ ഒരു സാധാരണ ഒരു സംഭവം കേൾക്കുന്ന രീതിയിൽ അതിനെ അനലൈസ് ചെയ്യും. മറ്റേത് കുറച്ചും കൂടി ഒരു സിനിമയുടെ സാധ്യതകളും അതിൻ്റെ ടെക്നിക്കൽ സാധനമൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം വരിക. പക്ഷെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ, ഒരു സാധാരണക്കാരന് ഓഡിയൻ എങ്ങനെ കിട്ടുമെന്നുള്ള സാധനം കിട്ടണമെങ്കിൽ സിനിമാക്കാരല്ലാത്ത ഒരാളുടെ അടുത്ത് പറയുന്നത് എപ്പോഴും നല്ലത്. അങ്ങനെ പറയും. അപ്പം സ്റ്റോറി ഇപ്പൊ എഴുതി കഴിഞ്ഞാല് ഇപ്പൊ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കുന്നതിന് മുമ്പ് കേൾപ്പിക്കുന്നതും വൈഫിനെ തന്നെ ആയിരിക്കും? ഞാൻ കേൾപ്പിക്കേണ്ട ഇടയ്ക്ക് അവൾ അടിച്ചു മാറ്റിയൊക്കെ വായിക്കും. നമ്മൾ അവൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സമയം ആവുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അവൾ ഷെൽഫിനടുത്ത് ജസ്റ്റ് വായിച്ച് നോക്കും. എന്നിട്ട് ലാസ്റ്റ് പറയാം ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ എന്തായിരിക്കും നോർമലി വരുന്ന ഒരു റെസ്പോൺസ്? പല സജഷനും പറയും. ചിലത് ഞാൻ എടുക്കും, ചിലത് നമുക്ക് ചിലപ്പോൾ ഈഗോ, ആദ്യത്തെ ഇതിൽ ഈഗോ അടിക്കും. അങ്ങനെ ഇപ്പോൾ എന്നെ കറക്റ്റ് ചെയ്യണ്ട. അപ്പോൾ എന്നാലും പിന്നെ നമ്മൾ ഒരു രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ, അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ. സോ റൈറ്റിങ്ങില് ഈ ബുക്ക് എഴുതുന്ന പോലെ തന്നെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ടായിട്ട് തോന്നുന്നത് ഏതാണ് ചേട്ടന്? എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് മറ്റേത് നമ്മളൊരു ക്രിയേറ്റീവ് ഏരിയ ഉണ്ട്, ആലോചിച്ച് ഉണ്ടാക്കി എടുക്കുന്നതിന്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ക്ലറിക്കൽ പാർട്ടാണ് പേനയും പേപ്പറും എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു മടിയുണ്ടാവും. ഇനി പേന പേപ്പർ എടുത്ത് ഇരിക്കാൻ നമുക്ക് പൊതുവെ എഴുതാൻ മടിയൊക്കെ ഉള്ള ആളുകൾക്ക്. കാരണം നമ്മുടെ മനസ്സിലുള്ളതിനെ പേപ്പറിലോട്ട് അതുപോലെ പകർത്തണമല്ലോ. അപ്പോൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ആണ് കുറച്ച് എന്നെ സംബന്ധിച്ച് പേഴ്സണലി അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എസ് എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. അല്ലാത്തതൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാക്കുന്നതാണല്ലോ. എവിടെ വേണേലും നമുക്ക് പോയി ചിന്തിക്കാം, ഏതറ്റം വരെ വേണേലും ചിന്തിക്കാം. അതുകൊണ്ട് ബുക്ക് എഴുതാൻ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ബുക്സ് എഴുതണമെന്നോ? അങ്ങനെ അപ്പം ആലോചിക്കുമ്പോൾ തോന്നി. ഞാനങ്ങനെ ഒന്നും പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ആളൊന്നുമില്ല. സിനിമയിൽ തന്നെ സത്യം പറഞ്ഞാൽ പണിയെടുക്കാനുള്ള മടി കൊണ്ടുവന്നാ. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഇതിനൊക്കെ ഇരട്ടിപ്പണിയാണുള്ളത്. ഓക്കെ. സോ ഇപ്പോഴത്തെ, അതായത് ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ ഇപ്പോ വരുന്ന മൂവീസിന്റെ റൈറ്റേഴ്സിൽ അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിൽ കാണുമ്പോൾ ചേട്ടൻ എന്താണ് ഒരു എന്താ പറയാ, ഇത് കൊള്ളാം അല്ലെങ്കിൽ ഈ ഒരു രീതി കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളത്? പിന്നെ പുതിയ സിനിമയിലുള്ള എഴുത്തുകാരൊക്കെ ഗംഭീര എഴുത്തുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മറ്റേതിപ്പം നമ്മൾക്ക് മുമ്പുള്ള ശ്രീനിയേട്ടൻ, ലോഹിത് സാറുടെ ഒക്കെ ഒരു എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തലം ഇതുണ്ട് അതിന്. മാത്രമല്ല ഒരു നമുക്ക് ആ സിനിമകൾ എപ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. പക്ഷേ ഇപ്പം ഒരുപാട് അതുപോലെയുള്ള റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ശ്യാം പുഷ്കരനാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര്. അല്ലാണ്ട് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകൾ എഴുതാൻ പോലും നല്ല റൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ചേട്ടനെ ഇൻസ്പയർ ചെയ്ത് ഇപ്പോഴത്തെ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു മൂവി ഏതായിരിക്കും? ശ്യാമിൻ്റെ പടങ്ങൾ, കുമ്പളങ്ങി നൈറ്റ്സ് അടക്കമുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈവൻ അങ്ങനെ എനിക്ക് ഈ റീസെൻ്റ്ലി മെയിനായിട്ട് തോന്നിയത് ശ്യാമിൻ്റെ ഇതാണ്. പിന്നെ ഉണ്ണിയാർ നല്ല ഇതാണ്. അപ്പോൾ നമ്മളെല്ലാ വർക്കിലും, അതിപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ജോബ് ആണെങ്കിൽ പോലും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ്.
അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ചേട്ടന്റെ രീതി എന്താണ്? ഇപ്പൊ സ്ക്രീൻ റൈറ്റിംഗിൽ ഇപ്പം ഇപ്പോഴത്തെ ഓഡിയൻസിന് കണക്ട് ആവണം എന്ന് ചിന്തിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു രീതി എന്താണ് ചേട്ടൻ? ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയിൽ എല്ലാ കാലത്തും അപ്ഡേഷൻ ഉണ്ട്. ഓരോ കാലത്തിനനുസരിച്ച് ആ സമയത്തുള്ള ചെറുപ്പക്കാർ സിനിമയിൽ വരികയും അതിനെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ കാലത്തെ സിനിമ എടുത്തു കഴിഞ്ഞാലും സിനിമയ്ക്ക് ഭക്ഷണം പോലെ ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ബിരിയാണി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മടുക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷന് വേണ്ടിയിട്ട് പോകും. അതുപോലെ തന്നെയാണ് ഒരു കാലത്ത് നമ്മൾ ഹ്യൂമർ സിനിമകൾ, സിദ്ദീഖ് ലാൽ, റാഫി മെക്കാട്ടിൻ, അതിനെ ഫോളോ ചെയ്ത് കുറേ സിനിമകൾ വന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വന്നപ്പോൾ നമ്മൾ രണ്ടും കൈ നീട്ടി സ്വീകരിച്ചു. പിന്നെ ഇടക്കാലത്ത് സിനിമ മൊത്തം റിയലിസ്റ്റിക് സിനിമകളെ ഇനി വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയപ്പോൾ ആൾക്ക് അത് ബോറടിച്ചു. അപ്പോൾ ത്രില്ലറുകളുടെ പുറകെ പോകും. അപ്പം പിന്നെ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്ന പിന്നെ ത്രില്ലർ വിജയിച്ചു, ഇനിയിപ്പോൾ ത്രില്ലർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാ ജോണറും അതിനോട് നീതി പുലർത്തിയാൽ മതി. നമ്മൾ ഹ്യൂമർ സിനിമ വർക്കൗട്ട് ആവില്ല എന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ത്രില്ലർ അതായെന്നൊന്നുമില്ല. അപ്പോൾ ഏത് സിനിമയാണോ ചെയ്യുന്നത് ആ സിനിമയോട് നീതി പുലർത്തുക എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് നമ്മളുടെ ഇൻ്റർനാഷണൽ സിനിമകൾ എടുത്തു നോക്കിയാൽ പോലും നമുക്കതിൻ്റെയൊക്കെ സിനോപ്സിസിൽ ഉണ്ടാവും ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ്. ഇപ്പോൾ ഫാൻറ്റസി ആണെങ്കിൽ ഫാൻറ്റസി, അപ്പം അങ്ങനെ എല്ലാ സിനിമകളും ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പം അതിന് ആ പെർഫെക്ഷനോട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജോണർ ഏതായിരിക്കും? ഇതൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ബേസിക്കലി ഒരു വയലൻസ് ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തലകറക്കം പോയി. അപ്പോൾ അതുകൊണ്ട് എന്നാലും എനിക്ക് ഇഷ്ടമാണ് ആക്ഷൻ സിനിമകൾ കാണാനും അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഹ്യൂമർ. ഈ പറഞ്ഞ പോലെ ഹ്യൂമർ എന്ന് പറയുന്നത് ഭയങ്കര സബ്ജക്റ്റീവാണ്. ഇപ്പം ഈ പറയുന്ന ഇപ്പം ചേട്ടന് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ എനിക്ക് പോലും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു നിർബന്ധമില്ല. അപ്പം അതെങ്ങനെയാണ് ആ ഒരു എന്താ പറയുക ഇന്റേണൽ ക്ലാഷ് ഉണ്ടല്ലോ, ഇത് എനിക്കിഷ്ടമാണ് പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുവോ, അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അതിന് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ സിനിമ തിയേറ്ററിൽ എൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. അതായത് ഒരു 400 പേരടങ്ങുന്ന ഒരു ഹൗസ്ഫുൾ തിയേറ്റർ ആണെങ്കിൽ, അപ്പോൾ ഞാൻ കല്യാണരാമൻ സിനിമ കാണാൻ പോയപ്പോൾ ഒരാൾ ചിരിച്ചിട്ട് എൻ്റെ കാലിൽ, ഞാൻ അടുത്തിരിക്കുന്ന ആൾ ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, അയാളുടെ കാലിൽ അടിച്ചു. എന്നിട്ട് സ്ക്രീനിലോട്ട് ഇങ്ങനെ കാണുന്നു ഞാൻ കാണുന്നത് വേറെ സിനിമയും അയാൾ കാണുന്നത് വേറെ സിനിമ എന്നുള്ള രീതിയിൽ എൻ്റെ കാലിൽ അടിച്ചിട്ട് അയാൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മളും ഒരുപാട് ചിരിച്ച മുഹൂർത്തങ്ങളുണ്ട് ആ സിനിമയിൽ. എന്നാൽ ചിലപ്പോൾ എല്ലാ തമാശയ്ക്കും നമുക്ക് അത്ര ചിരി കിട്ടണമെന്നില്ല. എന്നാൽ ആ തമാശയ്ക്ക് ചിലപ്പോൾ തിയേറ്ററിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ ചിരികളുണ്ട്. അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ അതിനെ സ്വീകരിക്കുന്ന കപ്പാസിറ്റി വ്യത്യസ്തമാണ്. ചില ആൾക്കാരുണ്ട് എന്ത് തമാശ വന്നാൽ ഞാൻ ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ ബലം പിടിച്ച് ഇരിക്കുന്നവർ, അത്രയും ക്ലാസ് ഐറ്റം കൊടുത്താൽ മാത്രമേ ചിരിക്കുള്ളൂ. ചില ആളുകൾക്ക് ചെറിയ കാര്യം മതി. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു തിയേറ്ററിൽ പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു തിയേറ്ററിൽ ചെറിയ ചെറിയ ചിരികൾ, വലിയ ചിരികൾ, കൂട്ടച്ചിരി, ഇതെല്ലാം ഈ സിനിമയുടെ ഫ്ലോനെ, കാരണം അവിടെ ഇവിടെ ആയിട്ട് ചിരി വരുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് ചിരി ഉണ്ട് കേട്ടോ എന്നുള്ള സാധനം. അപ്പോൾ ഈ ഒരു ഒരു മാസ് ഇതാണല്ലോ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സിനിമേനെ മൊത്തത്തിൽ ഗുണമായിട്ട് മാറും. ആ ഒരു ഹ്യൂമറിന്റെ അണ്ടറിൽ തന്നെ കുറെ ഒരു അംബ്രല്ല പോലെയാണ്, പല ടൈപ്പ് ഓഫ് ഹ്യൂമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എഴുതി കഴിഞ്ഞ് സിനിമയിൽ ബാക്കി ടെക്നീഷ്യൻസ്, ഇപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ മേ ബി ലീഡ് ആക്ടറും ആവാം, അപ്പോൾ അവർ പറയുന്ന കുറച്ച് സജഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അതിനോട് എങ്ങനെയാണ് ചേട്ടൻ കോപ്പ് അപ്പ് ചെയ്ത് പോകുന്നത്? അല്ല, ചില സജഷൻസ് നല്ലതാവാറുണ്ട്. ഇപ്പോൾ ചിലത് ഓവറാകുമ്പോൾ നമ്മൾ പറയും ചേട്ടാ അത് അടുത്ത സീനിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവിടേക്ക് ഈ ഡയലോഗ് മാച്ച് ആവില്ല എന്ന് പറയും. മനസ്സിലാവുമല്ലോ. ചിലത് നമ്മൾ മനഃപൂർവ്വം പറയും, നമുക്കത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വർക്കൗട്ട് ആയില്ലെങ്കിൽ അവർക്കൊരു വിഷമം തോന്നാതിരിക്കാൻ, ചേട്ടാ അത് ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഇതിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അത് വർക്കാവില്ല എന്ന്. പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോഴായിരിക്കും അവർ ചോദിക്കുന്നത് അന്ന് മറ്റേ ഡയലോഗ് ഓക്കെ ആയിരുന്നില്ല എന്ന് പറയും. അത് ചില സാധനങ്ങൾ തന്ത്രപരമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചില ആർട്ടിസ്റ്റുകൾ തരുന്ന സജഷൻസ് അടിപൊളിയായിരിക്കും. ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ ചേട്ടന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു റൈറ്റിംഗ് ഏതാണ്, മൂവി ഏതാണ്? അത് എനിക്ക് എല്ലാ സിനിമകളും ഇപ്പോൾ ഓർഡിനറി, ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സിനിമ എന്നുള്ളത് എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ നേരത്തെ റെസ്പോൺസും,
പക്ഷെ എനിക്ക് സിനിമയിൽ നിന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് നല്ല സിനിമ എന്ന് പറഞ്ഞത് ഓർഡിനറിയേക്കാൾ കൂടുതൽ മധുരനാരങ്ങയാണ്. സിനിമയിലുള്ള ഡയറക്ടേഴ്സും ഒക്കെ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് സിനിമ ഞാൻ ഇനിയും ചെയ്യാനിരിക്കണുള്ളൂ. ഓ ഗ്രേറ്റ്. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. എനിക്ക് പേഴ്സണലി ഞാൻ നോക്കുമ്പം എൻ്റെ ടീനേജ് ടൈമിൽ ഭയങ്കര ഞാൻ ഒരുപാട് റീവാച്ച് ചെയ്ത മൂവീസ് പലതും ചേട്ടൻ്റെതാണ്. മധുനാരങ്ങ ആണെങ്കിലും ഓർഡിനറി ആണെങ്കിലും ഇപ്പൊ ശിക്കാരി ശംഭു ആണെങ്കിലും. അപ്പം ഈ റീവാച്ച് വാല്യൂ ഒരുപാടുള്ള മൂവീസാണ് ചേട്ടൻ ചെയ്യുന്നത്. അത് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതാണോ? അതായത് ഒരു എവർഗ്രീൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കാണാനും നമുക്ക് ബോർ അടിക്കാത്തൊരു മൂവി ആയിരിക്കണം എന്ന് തോന്നി തന്നെയാണോ ചെയ്യുന്നത്? അല്ല, ബേസിക്കലി നമുക്ക് ചിരിക്കാൻ എപ്പോഴാണെങ്കിലും ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഈവൻ സിദ്ദിഖ് ലാൽ സിനിമകൾ, പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ, അങ്ങനെയുള്ള ഇപ്പം വരവേൽപ്പ് പോലുള്ള സിനിമകളൊക്കെ വീണ്ടും ടി വിയിൽ വന്നാൽ ഇപ്പോഴും നമ്മൾ കാണും. അപ്പം എന്ന് പറഞ്ഞ പോലെ ബേസിക്കലി ഹ്യൂമർ സിനിമകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. മറ്റേത് നമ്മളിപ്പോൾ ത്രില്ലർ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടാൽ നമുക്ക് അതിൻ്റെ ത്രില്ലിങ് എലമെൻറ്റ് പോയി. ഇപ്പം ഒരു കുറച്ച് സാഡ് ഇതിലുള്ള ഡ്രാമ പരിപാടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ കരയാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആ സമയം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴും ഒന്ന് ചിരിക്കാനാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതി അങ്ങനത്തെ സിനിമ കാണാൻ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ആ സിനിമകൾക്ക് റീവാച്ച് വരുന്നത്. അല്ലാണ്ട് മറ്റേത് മോശവും ഇത് നല്ലതും ആയതൊന്നുമല്ല. ആളുകൾക്ക് എപ്പോഴും കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതിനെ ഒരു എഫേർട്ട് കുറവാണ് ഹാപ്പിനെസ് ഉള്ള മൂവീസ് റിപ്പീറ്റ് വാച്ച് വരുന്നത്. ഓക്കെ. ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആക്ടർ ഏതാണ്? എല്ലാവരുമായിട്ടും പിന്നെയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നെ ലാലേട്ടൻ ഓഫ് കോഴ്സ് എല്ലാ മലയാള സിനിമകളിലെ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഡ്രീം ആയിരിക്കും. പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പം മമ്മൂക്കായിട്ട് നമുക്ക് എപ്പോൾ വർക്ക് ചെയ്താലും ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം എനിക്ക് ഒരുപാട് ചെയ്തുള്ളൂവെങ്കിലും ഭയങ്കര ഒരു സിനിമ ആക്ടർ എന്നുള്ള രീതിയിലുപരി നമുക്കൊരു ഇൻഡിവിജ്വൽ ഇതിന് നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളൊന്ന് താന്നു പോയാൽ സിനിമയിൽ പൊതുവേ നമ്മൾ വീണ് കിടക്കുമ്പോൾ ആരും കൈതരില്ല. വളരെ എല്ലാവരും വിജയത്തിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ മൈസാൻഡ എന്ന് പറഞ്ഞൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കാനെ കാണാൻ ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ ആദ്യം കുറച്ച് അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നീ ക്യാരവനിലോട്ട് കയറി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നൊരു ബലമുണ്ട്. എടാ ആദ്യം ചോദിച്ചെങ്ങനെയാ അവൾക്ക് അറിയോ എന്ന് ചോദിച്ചു. വൈഫിനെ ഉദ്ദേശിച്ചാൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പറയാൻ നിൽക്കണ്ട, സിനിമയെന്നുള്ളത് സിനിമയെന്ന് തന്നെ തീർക്കാനേ പറ്റുള്ളൂ. നീ വേറെ ജോലിക്ക് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത് സിനിമ തന്നെ നല്ലൊരു പരിപാടിയായിട്ട് പോവാം, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടുന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് മാത്രമല്ല ചാക്കോച്ചനാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്ക് മെൻ്റലി ഭയങ്കര ക്ലോസ് ആയിരുന്നു. ബിഗിനിങ് മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ചെയ്ത ഹാൽ വരെയുള്ള മൂവി ഇതുവരെ ചെയ്ത എക്സ്പീരിയൻസിൽ ആദ്യം അറിയാത്ത എന്തൊക്കെ പുതിയ സ്കിൽസ് ആണ് അല്ലെങ്കിൽ പുതിയ അറിവാണ് ചേട്ടൻ ഇപ്പം അറിയാവുന്നത്? ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതാൻ അറിയില്ലായിരുന്നു. ഫസ്റ്റ് പടം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു പടം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ സിനിമ ആയില്ല. അന്ന് ഞാൻ ശ്രീനിയേട്ടൻ്റെയും എം ടി വാസുദേവൻ സാറിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ബുക്ക് വാങ്ങിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പം അത് കണ്ട് പഠിച്ച് ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതേണ്ടത് എന്നുള്ള രീതി പോലും അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം അന്ന് മുതൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും പല ക്യാമറാമാൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പുതിയ പിള്ളേരുടെ കൂടെ പുതിയ അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് വരെ നമുക്ക് പല സാധനങ്ങളും കിട്ടും. അപ്പം അത് അവരുടെ കൂടെ നമ്മളൊന്ന് മിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ താനേ വന്നോളും. അവർക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള, നമ്മളെ അങ്ങോട്ട് അവരെ ആ ഗ്രൂപ്പിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടായാൽ മതി. നമ്മൾ റെഡിയാണ്. ഞാനൊരു ജെൻസിയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ജെൻസി ഫ്രണ്ട്സ് പോലും അവരുമായിട്ട് എനിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ചേഞ്ചസ് ആണ് ഇപ്പോൾ ജനറേഷൻ്റെ ഉള്ളിൽ തന്നെ ജനറേഷൻ ഗ്യാപ്പാണ്. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് ഇപ്പോഴത്തെ ഓഡിയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന സാധനങ്ങളൊക്കെ K-pop അല്ലെങ്കിൽ കൊറിയൻ ഐറ്റംസും അല്ലെങ്കിൽ
ഒരു ഹോളിവുഡ് വൈബുള്ള പരിപാടികളാണ്. ഇപ്പം നമ്മുടെ മലയാളം കുറവാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു പ്രഷർ തോന്നിയിട്ടുണ്ടോ? ഇല്ല അങ്ങനെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവുന്നതാണല്ലോ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ മക്കൾ ജെൻസിയാണ്. അപ്പോൾ അവർ കാണുന്ന കൊറിയൻ സീരീസുകളും എല്ലാം നമ്മളും അവരുടെ കൂടെ ഇരുന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ കാണുന്നത് നല്ലതാണോ എന്നറിയാൻ വേണ്ടി തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യങ്ങളും ഒക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും അവർ വാഴ പോലുള്ള വളരെ നാടൻ രീതിയിലുള്ള സിനിമകൾ, ഇവിടുത്തെ സാധാരണ ചെറുപ്പക്കാരുടെ കഥകളും സ്വീകരിക്കുന്നുണ്ട്. അപ്പം സിനിമ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഒന്നുമില്ലെങ്കിൽ എന്താ പറയുക, ലോക പോലെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ കാണുന്ന ജീവിതവും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലും ഏത് ജനറേഷനിലും അവരെടുക്കും. എൻ്റെ വിശ്വാസത്തിൽ നമ്മളൊരു റൈറ്റർ ആവണമെങ്കിൽ നല്ല വായനാശീലം ഉണ്ടാവണം. അപ്പം ചേട്ടൻ വായിച്ചതിൽ ചേട്ടൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കരിയറിൽ ചേട്ടന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് ഏതായിരിക്കും? എനിക്ക് കുറച്ചും കൂടെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ബഷീറിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതിയോട് എനിക്ക് ഭയങ്കര, കാരണം അത് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് എസ് കെ പൊറ്റക്കാടിനെയും മാധവിക്കുട്ടിയും ഒക്കെ വായിക്കുമ്പോഴും ഈ കുറച്ചും കൂടെ നമുക്ക് അധികം എന്താ പറയുക, ഒരുപാട് നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് പറയുന്ന ഒരു രീതി ബഷീറിൻ്റെ എഴുത്തിൽ. അതുകൊണ്ട് പേഴ്സണൽ ചോയ്സ് അതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബഡ്ഡിങ് സ്ക്രീൻ റൈറ്റർ ചേട്ടൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, ഒരു അഡ്വൈസ് ചോദിക്കുകയാണ്, എന്തായിരിക്കും ചേട്ടൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ്? അല്ല, ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ അഡ്വൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപദേശമൊക്കെ വളരെ ബോർ പരിപാടിയാണ്. നമ്മൾ സിനിമ കണ്ടും നമ്മളുടെ മനസ്സിലുള്ള വിഷയം കണ്ടിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിലാണ് എഴുതുക. അത് എഴുതുമ്പോൾ കറക്ഷൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ രണ്ടാമത് വായിച്ച് നോക്കുമ്പോൾ തോന്നും ഇതൊന്നുകൂടെ ശരിയാവാനുണ്ട്. ആ തോന്നലിന് നിങ്ങളുടെ മനസ്സിനോട് ഒരു നീതി പുലർത്തിയാൽ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടെ. ഇപ്പോഴും എനിക്ക് നമ്മൾ ഓർഡിനറി മുതലുള്ള സിനിമകളെടുത്ത് ഇപ്പോൾ കാണുമ്പോൾ അവിടെ അങ്ങനെ ഇങ്ങനെ ചെയ്യായിരുന്നു, ഇത്ര ഡ്രാമ പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ പുതിയ സിനിമയുടെ മാറ്റവും കൂടെ നമ്മുടെ മനസ്സിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചില സാധനം കാണുമ്പോൾ കഴിയോ എന്ന് തോന്നും. അപ്പോൾ അത് ഉപദേശമൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാം അറിയുന്ന കാലഘട്ടമല്ലേ. സ്റ്റേ റൂട്ടഡ് ടു യുവർ ഹാർട്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മീഡിയ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അന്നേരം ഭയങ്കര ഹൈപ്പോടെ ആയിരിക്കും വരുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ക്രിഞ്ച് അടിച്ച് മതി, അതിനെ നോക്കത്തേ ഇല്ല. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ്മെന്റ് ആണ് ഐ തിങ്ക് ചേട്ടൻ കൊടുക്കുന്ന ഒരു സജഷൻ. നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള. ഓക്കെ, അപ്പൊ എന്താണ് ഇനി അപ്കമിങ് മൂവീസിന്റെ വിശേഷങ്ങൾ? അപ്കമിങ് മൂവി എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് തന്നെ ഹസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. അപ്പോൾ അതൊരു പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിസ്റ്റ് കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. ഇമ്മീഡിയറ്റ് അതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ദുബായിൽ ഷൂട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ഇത് രണ്ടുമാണ്. ഫുൾ പാക്ഡ് ആണ് ഈ വർഷം. അങ്ങനെ ഈ വർഷം ഒന്നുമില്ല, വർഷം നമ്മളെങ്ങനെ പ്ലാൻ ചെയ്താലും വർഷത്തിൽ ഒരു പടം നടക്കും. ഓക്കെ, ഈ ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു റൈറ്റർ എപ്പോഴും ഒരു ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവും കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പം ഡയറക്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആസ് എ റൈറ്റർ ഹൗ ഡു യു ഫീൽ വെൻ യു സിറ്റ് വിത്ത് എ ഡയറക്ടർ ഫോർ ദ മൂവി? അല്ല, സംവിധായകന് നമ്മളിപ്പോൾ ഈ എഴുതി കൊടുക്കുന്ന അതുപോലെ പകർത്തി വെക്കുന്ന സംവിധായകരെ നമുക്കങ്ങനെ അത്ര വലിയ ഒരു മതിപ്പ് തോന്നില്ല. അതേസമയത്ത് നമ്മൾ എഴുതി കൊടുത്തതിൻ്റെ മുകളിൽ കൊള്ളാലോ, നമ്മൾ ചിന്തിക്കാവുന്നതിൻ്റെ മുകളിൽ ഷൂട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സാധനം വരുമ്പോഴാണ് ഒരു സംവിധായകൻ്റെ മികവ് അതിൽ വരുന്നത്. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അതേപോലെ സ്ക്രിപ്റ്റിനോട് നീതി പുലർത്തി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോട് എപ്പോഴും നമുക്കൊരു ഇഷ്ടം തോന്നും, ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് കാണും. പിന്നെ ഞാൻ ബേസിക്കലി സിനിമയിൽ വന്ന സംവിധായകനാവാനാ. അപ്പോൾ ഈ പണിയെടുക്കാനുള്ള മടി ബേസിക്കലി എനിക്കുള്ളത് കൊണ്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ കുറേ തെറി കേൾക്കണം, അങ്ങോട്ടോട്ട് ഓടണം, വെയിൽ കൊള്ളണം. അപ്പോൾ അതൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു എളുപ്പവഴി സ്വീകരിച്ചതാണ് ഈ എഴുത്ത്. അപ്പോൾ അങ്ങനെ എഴുത്തിലൂടെ പയ്യെ സംവിധായകനാവാൻ ഓർത്ത്. പക്ഷേ എഴുതി തുടങ്ങി ഫസ്റ്റ് പടം തന്നെ ഹിറ്റായപ്പോൾ കുറേ വർക്കുകൾ വന്നപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിപാടിയിലാണ്.
ആ മടിയൊക്കെ മാറി വന്നിരിക്കുക. പിന്നെ എനിക്ക് ഈ അറിയാത്ത പണി ചെയ്യാൻ ഭയങ്കര ത്രില്ല. അതുകൊണ്ട് സംവിധാനം കൂടെ നോക്കാം എന്ന് ഓർത്തിട്ടാണ്. ഇടയിൽ ഞാൻ ഹായൽ സിനിമയിലൊരു ചെറിയ വേഷം അഭിനയിച്ചിരുന്നു. ഓ അപ്പം അത് ഞാൻ പറഞ്ഞില്ല, അറിയാത്ത പണി ചെയ്യുന്നത് ഭയങ്കര പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഏതൊരു ക്രിയേറ്റീവ് ഫീൽഡിലും ഒന്ന് കൈവെക്കാം എന്ന് തോന്നുന്നു. അല്ല അങ്ങനെയല്ല, വല്ലവൻ്റെയും കാശ് എടുത്തിട്ട് നമ്മൾ റിസ്ക് ഉണ്ട്. അറിയാത്ത പണി ഇത് ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസറുടെ പൈസ ഹാർഡ് ഏൺഡ് മണിയാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഒരാളെ കൊണ്ട് പൈസ മുടക്കിക്കാം. അതുകൊണ്ട് എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റും, എൻ്റെ കയ്യിൽ ഒതുങ്ങും എന്ന് തോന്നുന്ന, മറ്റൊരാളുടെ പൈസ പോകില്ല, കളയില്ല എന്ന് വിശ്വാസമുള്ള സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇൻപുട്ട് തന്ന് ഭയങ്കര അഡ്മയർ ആയ ഒരു ഡയറക്ടർ ആയിരിക്കും? അത് എല്ലാവരും തരാറുണ്ട്, എല്ലാവരും പല രീതിയിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇനി വരുന്ന അപ്കമിങ് മൂവീസും ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ എല്ലാം കംപ്ലീറ്റ്ലി ഫ്ലറിഷ് ആവട്ടെ, ഫുൾ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ടോക്കിംഗ് ടു യു. കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് എപ്പോഴും. ബിക്കോസ് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ മൂവീസ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഡയറക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ആക്ടറിനെ കുറിച്ചും ആയിരിക്കും. പക്ഷേ ഒരു റൈറ്റർ ഇല്ലാണ്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഫാക്ട് എപ്പോഴും എനിക്ക് മൂവീസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. സോ ഒരു റൈറ്ററിന്റെ തലയിൽ ഈ ഒരു ഐഡിയ എങ്ങനെയാ വരിക, അല്ലെങ്കിൽ ഇതെങ്ങനെ കണക്ട് ആയെന്ന് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. സോ ഐ എം സോ ഗ്ലാഡ് ഐ കുഡ് ടോക്ക് ടു യു വിത്ത് സച്ച് ബിഗ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഞാനും ഒരുപാട് ഇൻ്റർവ്യൂസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യണത്. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്.